നമസ്കാരം പ്രിയമുള്ളവരെ. മരണപ്പെട്ട മലയാളത്തിൻ്റെ അനശ്വര കലാകാരൻ സലിം കുമാറിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനിടയിൽ ആ രംഗങ്ങൾ വീഡിയോയിൽ മൊബൈലും പകർത്തുന്നതിന് വേണ്ടി തിക്കിത്തിരക്കി മുന്നോട്ട് വന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നേരെ സലിം കുമാറിൻ്റെ മകൻ ചന്തു സലിം കുമാർ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നും ഇന്നലെയുമായിട്ട്. ഒരു മകൻ്റെ വികാരപ്രകടനമായിട്ടത് കണ്ടാൽ മതി. കാരണം മരണപ്പെട്ട് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. ഇത് ഷൂട്ട് ചെയ്യാൻ വരുന്ന നീലക്കുയിൽ പോലെയുള്ള മറ്റു യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അതൊരു കണ്ടൻറ്റ് മാത്രമാണ്. തന്നെ വളർത്തി വലുതാക്കിയ, തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൻ്റെ കൈ പിടിച്ചു നടത്തിയ പിതാവാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ചന്തു സലിം കുമാറിന് അതിൻ്റേതായ വികാരങ്ങളുണ്ടാകാം, വികാര വിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാം. അതിനെ മാനിക്കേണ്ട കടമയും ബാധ്യതയും മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ ഓൺലൈൻ ചാനലുകൾക്കുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവർ സലിം കുമാറിനെ ഒരു കണ്ടൻറ്റ് മാത്രമായി കണ്ടു. അതുകൊണ്ടാണ് തെറി കേൾക്കേണ്ടി വന്നത്. നിങ്ങളിൽ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുടെ പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയി എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. മിക്കപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ പിതാവ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന മകൻ്റെ ഒരവസ്ഥ വല്ലാത്തതാണ്. മിക്കപ്പോഴും എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അദ്ദേഹം നിശ്ചലനായി നമ്മുടെ മുമ്പ് കിടക്കുമ്പോൾ നമ്മുടെ കൈപിടിച്ചു നടന്നത്, നമുക്ക് ആഹാരം തന്നത്, നമ്മളെ ചേർത്തു പിടിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്ന് നമ്മൾ നിർവികാരരായി നിൽക്കുന്ന ഒരു സന്ദർഭമായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ സമുദായത്തിലൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ചടങ്ങുകൾക്ക് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വികാരാധീനരായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മളെ കുളിപ്പിച്ച്, എണ്ണ തേച്ച് കുളിപ്പിച്ച്, സോപ്പിട്ട് തല തുടർത്തുന്ന ഒരാളെ നമ്മൾ കുളിപ്പിച്ച് അന്ത്യയാത്രയ്ക്ക് തയ്യാറാക്കി ഇനിയൊരിക്കലും കാണാത്ത ഒരു ലോകത്തേക്ക് യാത്രയാക്കുന്ന ഒരവസ്ഥ, അത് ഒരിക്കലും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒന്നാണ്. ചന്തു സലീം കുമാറും അത്തരമൊരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ വേറെയാണെങ്കിൽ പോലും ആ അന്ത്യകർമ്മങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ പിതാവിനെ യാത്രയാക്കിയാണ്. ഇനിയൊരിക്കലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സാന്നിധ്യമുണ്ടാകില്ല, അദ്ദേഹത്തെ കാണുവാനും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ചന്തു സലീം കുമാറിൻ്റെ വികാരങ്ങളെ മാനിക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്നു തന്നെയാണ് യാഥാർത്ഥ്യം. അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, അവർക്ക് ഇനിയൊരിക്കലും അദ്ദേഹത്തെ കാണുന്നതിനോ ആ ശരീരം സ്പർശിക്കുന്നതിനോ കഴിയില്ല. അവസാന നിമിഷങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് നമ്മുടെ മാധ്യമങ്ങൾ അംഗീകരിച്ചു കൊടുത്തില്ല. അവർക്കൊരു കണ്ടൻറ്റ് മാത്രമായി സലിം കുമാർ. പ്രത്യേകിച്ചും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആളുകളുടെ സ്വകാര്യതയെ മാനിക്കാതെ എല്ലായിടത്തും നുഴഞ്ഞു കയറുന്ന കേരളത്തിലെ ഓൺലൈൻ ചാനലുകളെക്കുറിച്ചാണ്. ഒരു ജിമെയിലും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ആരുടെ സ്വകാര്യതകളിലേക്കും കടന്നു കയറുന്ന ചില ഓൺലൈൻ ചാനലുകളെക്കുറിച്ചാണ്. മിക്കപ്പോഴും കൊച്ചി അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ചാനലുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് സിനിമാക്കാരുടെയൊക്കെ ഹമ്പ്, ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. സിനിമാക്കാർ തിയേറ്ററുകളിൽ സിനിമ കാണാൻ വരുമ്പോഴും ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോഴും ഒക്കെ ചേച്ചി സുഖമാണോ, ചേച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ സിനിമാ നടിമാരുടെയൊക്കെ ചോദിച്ച് കണ്ടൻറ്റാക്കി സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് ഉപജീവനം കഴിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സുടെ കേന്ദ്രമായിരിക്കുന്നു കൊച്ചി. അവിടെയാണ് സലിം കുമാറിൻ്റെ അന്ത്യദർശനവും നടന്നത് എന്നത് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ആഴം കൂട്ടിയിട്ടുണ്ടാകാം എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെക്കാളും ഇത് ഏറ്റവും കൂടുതൽ ബാധകമായിട്ടുള്ളത് കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾക്കാണ്. ഒരു സ്വകാര്യതയും മാനിക്കാതെ മരണമയുടേത് കല്യാണമയുടേതാണ് എന്നും തിരിച്ചറിയുവാൻ കഴിയാതെ കണ്ടൻറ്റ് മാത്രമായി മനുഷ്യരെ കാണുന്ന ഇത്തരം ഏർപ്പാടുകൾ നിർത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും സർക്കാരുകൾ ഇതിന് നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഇത്തരം വീഡിയോകൾക്കൊക്കെ ലൈസൻസ് അവർക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മറ്റൊരു കാര്യം കൂടി ഇന്നലെ നടന്നു. സലിം കുമാറിൻ്റെ മൃതദേഹം സന്ദർശിക്കുന്നതിനെത്തിയ വി.ഡി. സതീശനെ ഏതോ പാർട്ടി പ്രവർത്തകൻ ഷാള് അണിഞ്ഞ് സ്വീകരിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് കണ്ടു. അവിടെയും മരണവീടാണ് എന്ന ഒരു പരിഗണന ഉണ്ടായിട്ടില്ല. പക്ഷേ വളരെ ഉചിതമായ നടപടിയാണ് വി.ഡി. സതീശൻ അതിനെതിരെ പ്രതികരിച്ച് അദ്ദേഹം ആ ഷാള് തട്ടിമാറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. സാധാരണ പ്രവർത്തകരോടൊക്കെ വളരെ അടുത്തിടപഴകുന്ന ഒരാളാണ് വി.ഡി. സതീശൻ. പക്ഷേ അദ്ദേഹം ആ മരണവീടിൻ്റെ കീപ്പ് ചെയ്യേണ്ട മാന്യത കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കേരളത്തിലെ യൂട്യൂബ് ചാനലുകളും അതുപോലെയുള്ള മാധ്യമങ്ങളും പിന്നെ കുറേ ഒരു ആരാധക വൃന്ദവും ഒന്നും
സാഹചര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയാത്തവരായി മാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 1999 മറ്റോ ആണ് എന്ന് തോന്നുന്നു. സുകുമാരൻ മരിക്കുന്ന സമയത്ത് അവിടെ സന്ദർശനത്തിൻ്റെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ കാണുന്നതിനും ഒപ്പം നിൽക്കുന്നതിനുമൊക്കെ അന്നത്തെ ആളുകൾ ശ്രമിച്ചപ്പോൾ വളരെ വികാരവിക്ഷോഭനായി ഇതെന്താണ് നടക്കുന്നതെന്ന് ചോദിച്ച പൃഥ്വിരാജിനെയും ഒപ്പം ഇന്ദ്രജിത്തിനെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും മലയാളികളുടെ മനോഭാവത്തിന് മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും മരണവീടിൽ തങ്ങളുടെ സഹപ്രവർത്തകൻ, തങ്ങളോടൊപ്പം പ്രവർത്തിച്ച സിനിമയിലും മറ്റും പ്രവർത്തിച്ച സഹപ്രവർത്തകനെ അവസാനമായി ഒരു നോക്ക് കാണുവാനെത്തുന്ന സിനിമാക്കാരെ ഒപ്പം നിർത്തി വീഡിയോ എടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും സെൽഫി എടുക്കുവാനും ഒക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് പറയുമ്പോൾ അവസരോചിതമായി പെരുമാറുവാൻ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മരണവീട്ടിൽ പോലും സെലിബ്രിറ്റികളെ ആഘോഷപൂർവ്വമായി കൊണ്ടാടുന്നതിന് ശ്രമിക്കുന്നു എന്നതും വളരെ വിരോധാഭാസമാണ്. ചിലരൊക്കെ ഈ ചന്തുവിൻ്റെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായ കമൻ്റ് ഇടുന്നത് കണ്ടു. അവരൊക്കെ പറയുന്നത്, നിങ്ങളെ സിനിമാക്കാരാക്കിയത് ഞങ്ങൾ ജനങ്ങളാണ്, ഞങ്ങളുടെ പൈസയ്ക്കാണ് നിങ്ങളുടെ അച്ഛൻ സലീം കുമാർ വലിയ ആളായത്. സലീം കുമാർ എന്ന് പറയുന്നത് മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു സ്വത്താണ്. നമ്മൾ ഒരു കലാകാരന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ജനങ്ങളുടെ പൊതു സ്വത്താണ്. പക്ഷേ അവർക്ക് അവരുടെ സ്വകാര്യതയുണ്ട്, അവർക്ക് കുടുംബമുണ്ട്, നമ്മൾക്ക് കുടുംബമുണ്ട്. നമ്മൾ അവരുടെയൊക്കെ സിനിമ കണ്ടിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കും. അതുപോലെ അവർക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു പോയ സ്വകാര്യ നിമിഷങ്ങളുണ്ട്, സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ അവസാനമായി സ്നേഹോപചാരങ്ങൾ കൊടുത്ത് യാത്ര അയക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമ്മൾ സലീം കുമാറിനെയൊക്കെ അംഗീകരിക്കുന്നത് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ നമ്മൾ സിനിമയിൽ കാണുവാൻ, തിയേറ്ററിൽ പോയി കാണുവാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ കോമഡി കണ്ട് രസിക്കുന്നതിന്, നമ്മളുടെ സ്വകാര്യ ദുഃഖങ്ങൾ അല്പനേരത്തെങ്കിലും മറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഇഷ്ടവും സ്നേഹവുമായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അവർ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. നമ്മളും അവരുമൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർക്കൊക്കെയും സ്വകാര്യതയുണ്ട് എന്ന ഒരു കാര്യം നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശദീകരണവും വിശകലനം. എന്തായാലും ചന്തു സലീം കുമാർ ചെയ്ത ആ നടപടിയെ ഞാൻ മനസ്സാൽ അംഗീകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ദുഃഖം വെങ്ങിപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തൻ്റെ പിതാവാണ് മരിച്ചു കിടക്കുന്നത്. തന്നെ ചേർത്തു പിടിച്ച, തന്നെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച, തന്നെ നടക്കുവാൻ പഠിപ്പിച്ച പിതാവാണ് അവിടെ നിശ്ചലനായി കിടക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഇനി കാണുവാൻ പറ്റില്ല, അദ്ദേഹത്തോടൊപ്പം ഇനി സമയം ചിലവഴിക്കാൻ പറ്റില്ല. അങ്ങനെ വികാരാധീനം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അണപൊട്ടി ഒഴുകിയ ദുഃഖമായി മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. പ്രത്യേകിച്ചും കേരളത്തിലെ മീഡിയകൾ, ഈ ഓൺലൈൻ മീഡിയകൾ, അവർക്കൊരു നിയന്ത്രണം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മിക്കപ്പോഴും ഈ സിനിമാ നടിമാരുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ വീഡിയോകളൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് മിക്കപ്പോഴും ഒരു സഭ്യതയുടെ അതിർവരമ്പുകൾ കടന്നാണ്. സ്വകാര്യ പാർട്ടുകളൊക്കെയും അവരുടെ ചാനലുകൾ കാണിക്കുവാൻ തക്ക വിധം മൊബൈലൊക്കെയും സെറ്റ് ചെയ്തിട്ടാണ് അവർ ഇത്തരം വീഡിയോകളൊക്കെ ഇടുന്നത്. നേരത്തെ 2 ദിവസം മുമ്പ് എസ്തർ എന്ന് പറയുന്ന ദൃശ്യത്തിൽ അഭിനയിച്ച ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ മൊബൈൽ ഒന്ന് താഴ്ത്തിപ്പിടിക്കൂ എന്ന രീതിയിൽ. കാരണം ആ കുട്ടിയുടെ നെഞ്ചിന് നേരെയാണ് ആ ചാനലിൻ്റെ പ്രവർത്തകൻ, ആ യൂട്യൂബർ മൊബൈൽ ഉയർത്തി വെച്ചിരുന്നത്. കാരണം ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പ്രദർശിപ്പിക്കുക, കുറച്ച് കമൻറ്റ് വരിക, അശ്ലീലത വെച്ച് കാശാക്കുക എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾക്കൊക്കെയും നിയന്ത്രണങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ വിശദീകരണങ്ങളും. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.